ഊഹാപോഹങ്ങളൊന്നും തന്നെ നടത്താതെ ആകാംക്ഷയോടുകൂടി രണ്ടുപേരും അകത്തേക്ക് കയറി. തന്നെ ആരോ വിളിച്ചതായി കേട്ടതും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നോക്കി. പാറു, നീ ഇതെപ്പോ വന്നു? ഒട്ടും പ്രതീക്ഷിക്കാതെ കൺമുന്നിൽ നിൽക്കുന്ന പാറുവിനെ കണ്ടതും അവൾ അതിശയത്തോടു കൂടി തിരക്കി. ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നെന്ന് ആൻറ്റി പറഞ്ഞു. അഭിയേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നീ ഇപ്പം അല്ലേ എന്നെ ഒന്ന് നോക്കിയത്? അല്പം പരിഭവത്തോടെ അഭിനന്ദ് കല്യാണിയോട് പറഞ്ഞു. എനിക്ക് രണ്ട് കണ്ണും ഒരു നാവുമേ ഉള്ളൂ അഭിയേട്ടാ. ഒരേ സമയം എനിക്ക് ഒരാളോടല്ലേ സംസാരിക്കാൻ പറ്റൂ? അവളുടെ മറുപടി കേട്ട് അവൻ ചിരിക്കാൻ തുടങ്ങി. കല്ലു, നീ നിന്റെ നാത്തുവിനെ പരിചയപ്പെട്ടോ? പാറു കീർത്തിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇവൾ ആകാശന്റെ പെങ്ങളാണെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ? കീർത്തി എൻ്റെ നാത്തുവിനാകേണ്ടതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നത് നിന്നെയും കെട്ടിയവരെയും കണ്ടു മടങ്ങാനല്ല. പിന്നെ? സംശയത്തോടെ കല്ലു തിരക്കി. നിങ്ങളെയും കൊണ്ടുപോകാനാണ്. അഭിനന്ദാണ് മറുപടി പറഞ്ഞത്. രണ്ടുപേരും കൂടി വളച്ചു കെട്ടത് കാര്യം പറ. ഞങ്ങളിപ്പോൾ ഒന്നും ഇനി അങ്ങോട്ടില്ല. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ലീവ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ആകാശ് പറഞ്ഞു. നിന്നെയും എൻ്റെ പെങ്ങളെയും കൊണ്ട് മൂന്നാർ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മൂന്നാറോ? കല്ലുവും ആകാശും കൂടി ഒരുമിച്ച് ചോദിച്ചു. എന്താ ഒരു ഒത്തൊരുമ? അഭിനന്ദ് പറഞ്ഞു. ആകാശ് അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. നമ്മൾ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഹണിമൂണോ? രണ്ടുപേരും കൂടി വീണ്ടും തിരക്കി. എന്താ രണ്ടുപേരും ഇങ്ങനെയൊരു വാക്ക് ആദ്യമായിട്ട് കേൾക്കുവാണോ? കളിയാക്കിക്കൊണ്ട് അഭിനന്ദ് തിരക്കി. ഹണിമൂൺ ഭാര്യയും ഭർത്താവും കൂടിയല്ലേ പോകേണ്ടത്? കല്ലു സംശയം പ്രകടിപ്പിച്ചു. അല്ലടി, ഹണിമൂൺ അടുത്ത വീട്ടിലെ ചെറുക്കൻ്റെ ഒപ്പമാണ് പോകേണ്ടത്. അവൾ പാറുവിനെയും അഭിനന്ദിനെയും നോക്കി ഇളിച്ചു കാട്ടി. ഡി, ഞാനും അഭിയേട്ടനും നീയും ആകാശേട്ടനും കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും മധുവിധിനൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. എൻ്റെ ഏട്ടാ, നിങ്ങളെ മധുവിധിന് പറഞ്ഞു വിടാൻ പോകുവാണ്, കീർത്തി ഇടയിൽ കയറി പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും കല്യാണിയുടെ കവിൾത്തടം നാണത്താൽ ചുവന്നു തൊടുത്തു. ചേച്ചിയുടെ നാണം കണ്ടില്ലേ? കീർത്തി ചോദിച്ചത് കേട്ട് ആകാശ് കല്യാണിയുടെ മുഖത്തെ കുറ്റുനോക്കി. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവവ്യത്യാസങ്ങൾ കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. നമ്മൾ നാളെ വൈകുന്നേരം തന്നെ ഇവിടെ നിന്ന് തിരിക്കും മൂന്നാറിലേക്ക്. ആകാശും കല്യാണിയും പരസ്പരം കണ്ണും നോക്കി നിൽക്കുന്നത് കണ്ട് അഭിനന്ദ് ഇടയിൽ കയറി പറഞ്ഞു. നാളെ വൈകുന്നേരമോ? ആകാശ് ഞെട്ടലോടെ ചോദിച്ചു. ചേട്ടൻ എന്തിനാ ഞെട്ടുന്നത്? നാളെ പോയാൽ പോരെ, അതോ ഇന്ന് വൈകുന്നേരം തന്നെ പോണോ? അർത്ഥം വെച്ചുകൊണ്ട് കീർത്തി തിരക്കി. ഡേ, അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ ശബ്ദമുയർത്തി വിളിച്ചു. നീ എന്തിനാ അവളോട് ചൂടാവുന്നത്? നിന്റെ ഞെട്ടൽ കണ്ട് അവൾ ചോദിച്ചു പോയതല്ലേ? അഭിനന്ദ് ആകാശിനോട് ചോദിച്ചു. എടാ, അത് ഞാൻ ഞെട്ടിയത്. അവൻ നിന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. നീ അധികം കടന്നുരുളണ്ട. കാര്യം എനിക്ക് മനസ്സിലായി. ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് പണിയൊന്നുമില്ല. നാളെ ഞങ്ങളുടെ ഒപ്പം എൻ്റെ പെങ്ങളെയും കൂട്ടി വന്നാൽ മാത്രം മതി. ആകാശ് അഭിനന്ദിനെ നോക്കി ഒന്ന് ഇളിച്ചു കാട്ടി. അമ്പലത്തിൽ നിന്ന് വന്നപാടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയതാണ് കല്യാണിയും ആകാശും. എന്നാൽ നിങ്ങൾ എവിടെ ഇരിക്കുക, ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം, ആകാശ് പാറുവിനെയും അഭിനന്ദിനെയും നോക്കി പറഞ്ഞു. കല്യാണി സാരി മാറ്റി ഒരു ആകാശ നീല നിറത്തിലെ ടോപ്പും കറുപ്പ് നിറത്തിലെ ലെഗിൻസും ആകാശ് പീച്ച് നിറത്തിലെ ഷർട്ടും കറുത്ത പാൻസും ധരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. അന്നേരം പാറുവും അഭിനന്ദും കീർത്തിയുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഈ ഹാള് മുഴുവൻ ചേട്ടൻ്റെ അനിയത്തിയുടെയും ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. അഭിനന്ദ് പറഞ്ഞത് കേട്ട് കീർത്തി കോണിപ്പടകൾ ഇറങ്ങി വരുന്ന ആകാശിനെ നോക്കി ഒന്ന് ചിരിച്ചു. കീർത്തിയുടെ മിഴികൾ പോയ ദിശയിലേക്ക് അഭിനന്ദും പാറുവും നോക്കി. അത് മോനെ, ഈ പെണ്ണിൻ്റെ പണിയാ, അഭിനന്ദ് പറഞ്ഞത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ആകാശിൻ്റെ അമ്മ പറഞ്ഞു. കാര്യം മനസ്സിലാവാതെ അഭിനന്ദും പാറുവും അമ്മയെ നോക്കി നിന്നു. അത് മനസ്സിലാക്കിയ അമ്മ പറഞ്ഞു തുടങ്ങി. ഇവളുടെ അവൻ്റെ റൂമിലിരുന്ന ഫോട്ടോസാണ് ഈ പെണ്ണ് ഇവിടെ പ്രദർശനത്തിന് എന്ന പോലെ വെച്ചിരിക്കുന്നത്. അപ്പോഴും കാര്യമൊന്നും തെളിച്ചു മനസ്സിലാകാതെ പാറുവും അഭിനന്ദും കീർത്തിയെ നോക്കി. അമ്മ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, ആകാശ് അമ്മയെ അവിടെ നിന്നും മാറ്റാനായി പറഞ്ഞു. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാനായി നേരെ അടുക്കളയിലേക്ക് പോയി. അമ്മയ്ക്ക് പിന്നാലെ കല്യാണിയും പോയി. ഈ ഫോട്ടോസ് എല്ലാം ഇതിനെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്? അഭിനന്ദ് കീർത്തിയെ നോക്കിക്കൊണ്ട് അവളോട് തിരക്കി. ചേട്ടൻ പറഞ്ഞിട്ട് അതിനു മറുപടിയായി അവൾ ആകാശിന് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്കെന്താ വട്ടുണ്ടോ എന്ന എക്സ്പ്രഷനാണ് അഭിനന്ദിൻ്റെ മുഖത്തുള്ളത്. ഡാ, ഞാൻ കല്യാണിയിൽ കുശുമ്പ് നിറയ്ക്കാൻ വേണ്ടി ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആകാശ് പറഞ്ഞതിൽ നിന്ന് പാറുവിനും അഭിനന്ദിനും കാര്യം മനസ്സിലായതുകൊണ്ട് പിന്നെ ചോദ്യമൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും അമ്മയും കല്യാണിയും ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്നു. പാറു, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ?
കല്യാണി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുന്നതിനിടയ്ക്ക് അവളെ നോക്കിക്കൊണ്ട് തിരക്കി. ഞങ്ങൾ കഴിച്ചു, നിങ്ങൾ കഴിക്കുക. അതും പറഞ്ഞ് പാറുവും അഭിനന്ദും കൂടി കീർത്തിക്കൊപ്പം അവളുടെ റൂമിലേക്ക് പോയി. ആകാശും കല്യാണിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് കീർത്തിയുടെ റൂമിലേക്ക് പോയി. പിന്നെ ഉച്ചവരെ എല്ലാവരും കൂടി പരസ്പരം സംസാരിച്ചിരിക്കുകയായിരുന്നു. കല്യാണിയും പാറുവും ഇടയ്ക്ക് അമ്മയെ സഹായിക്കാനായി അടുക്കളയിലേക്ക് പോയി. നീ കുക്കിംഗ് ഒക്കെ എങ്ങനെ പഠിച്ചു? പാറു വേഗത്തിൽ ഓരോന്നും ചെയ്യുന്നത് കണ്ട് കല്ലു അതിശയത്തോടെ അവളോട് തിരക്കി. കാര്യം വേറൊന്നുമല്ല, പാറു അവിടെ നിന്നും പോകുമ്പോൾ അവൾക്ക് കുക്കിങ്ങിൻ്റെ ABCD പോലും അറിയില്ലായിരുന്നു. സ്വന്തം അമ്മയുടെ അടുത്തില്ലാത്തപ്പോൾ ആരായാലും കുക്കിംഗ് പഠിക്കുമല്ലോ. പാറു പറഞ്ഞത് കേട്ടതും കല്ലുവിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അവൾക്ക് അമ്മ ഓർമ്മ വെച്ച കാലം മുതൽക്കേ നഷ്ടപ്പെട്ടതുകൊണ്ട് ബാല്യകാലം മുതലേ അവൾ അടുക്കളയിൽ കയറി തുടങ്ങിയതാണ്. പാറു കാണാതെ അവൾ തൻ്റെ മിഴികൾ അമർത്തി തുടച്ചു. ചേച്ചി, സ്നേഹ ചേച്ചി വിളിച്ചിരുന്നു. ഞാൻ എടുക്കാൻ ചെന്നപ്പോഴേക്കും കോള് കട്ടായി. കല്ലുവിന് നേരെ അവളുടെ ഫോണും നീട്ടിക്കൊണ്ട് കീർത്തി പറഞ്ഞു. കീർത്തിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവൾ സ്നേഹയെ തിരിച്ചു വിളിച്ചു. ഹലോ സ്നേഹ. മറുവശത്തു നിന്നും സ്നേഹ കോൾ അറ്റൻഡ് ചെയ്തതും കല്ലു അവളെ വിളിച്ചു. നീ എന്നെ മറന്നുവെന്നാണ് ഞാൻ കരുതിയത്. നീ ഇത് എവിടെയാണ്? ഞാൻ കോട്ടേഴ്സിൽ പോയി നോക്കി, അവിടെ ആരുടെ ഒരു പൊടി പോലും ഇല്ലല്ലോ. ഞാനിപ്പോൾ ആകാശേൻ്റെ വീട്ടിലാടി. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് നിന്നെ അറിയിക്കാൻ പറ്റിയില്ല. ഇതെപ്പോൾ പോയി? ഞങ്ങൾ ഇന്നലെ ഉച്ചയോടടുത്ത് ഇവിടെ ലാൻഡായി. എന്നിട്ടാണ് ഒന്ന് വിളിച്ചു പറയാതിരുന്നത്? സോറിഡി, ഇന്നലെ ഉച്ചയോടും കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇവിടെയൊക്കെ പിന്നെ വന്നപ്പോൾ രാത്രിയായി. അതൊക്കെ പോട്ടെ, പിന്നെ നിന്റെ അമ്മായിയമ്മ എങ്ങനെയുണ്ട്? ആകാശേട്ടൻ്റെ അച്ഛനും അമ്മയും ഒരു പാവമാണ്. അച്ഛനമ്മമാർ പിന്നെ പൊതുവെ പാവമായിരിക്കുമല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഈ അമ്മായിമ്മ പോലല്ലേ ഇന്ന് കേട്ടിട്ടുള്ളൂ. അമ്മായച്ചൻ പോലെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നീ? അതില്ല ഡി. പിന്നെ ആ കീർത്തി ആകാശേട്ടൻ്റെ മുറപ്പെണ്ണൊന്നും അല്ല. അല്ലല്ലോ, അവൾ നിന്റെ കെട്ടിയവൻ്റെ സ്വന്തം പെങ്ങളാണ്. കല്ലു പറഞ്ഞു മുഴുവിക്കുന്നതിന് മുൻപേ സ്നേഹ ഇടയിൽ കയറി പറഞ്ഞു. എടി ദുഷ്ടേ, നിനക്കറിയാമായിരുന്നിട്ടാണ് എന്നോട് ഒരു വാക്ക് പോലും പറയാതിരുന്നത്. എടി, എനിക്കും നേരത്തെ അറിയില്ലായിരുന്നു. നിങ്ങൾ കാട്ടിലകപ്പെട്ട ദിവസങ്ങളില്ലേ, അന്നാണ് ഞാനും ഈ സത്യം അറിഞ്ഞത്. ഞാൻ തിരിച്ചു വന്നപ്പോഴെങ്കിലും നിനക്ക് പറയാമായിരുന്നു. നിന്റെ നാത്തൂനും കെട്ടിയവനും നിന്നെ ഇപ്പോൾ അറിയിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നാളെ വൈകുന്നേരം ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോകുക. എവിടെയാ സ്ഥലം? മൂന്നാർ. ഞാനും ആകാശനും കൊണ്ട് മാത്രമല്ല പോകുന്നത്. പിന്നെ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഫാമിലി ട്രിപ്പാണോ പോകുന്നത്? അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങളെപ്പോലെ ഒരു പ്രണയ ജോഡികൾ കൂടി ഞങ്ങളുടെ കൂടെ മധുവിധം ആഘോഷിക്കാനായി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ പ്ലാനാണ്. ആ പ്രണയ ജോഡികളെ നിനക്കും പരിചയമുണ്ട്. എനിക്ക് പരിചയമുള്ള പ്രണയ ജോഡികളോ? അതാരാ? അഭിയേട്ടനും പാറു രണ്ടും ഇവിടെയുണ്ട്. എന്നാൽ ഞാൻ വെക്കുവാടി, നിങ്ങൾ പോയി മധുവിധം ആഘോഷിച്ചിട്ട് വാ. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കോൾ കട്ട് ചെയ്തതും അവൾക്ക് വേറൊരു കോൾ വന്നു. അവൾക്ക് ആ നമ്പർ തികച്ചും അപരിചിതമായിരുന്നു. ഇതാരായിരിക്കും? ഈ നമ്പർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആ നമ്പറിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സ്നേഹ സ്വയം പറഞ്ഞു. കോൾ അറ്റൻഡ് ചെയ്യാൻ പോയതും കട്ടായി. ഇനി തിരിച്ചു വിളിച്ച് തിരക്കണോ? അല്ല വേണ്ട, നമ്പർ തെറ്റി വല്ലതും വന്നതായിരിക്കും. ഇനിയും വിളിക്കുവാണേ അപ്പോൾ നോക്കാം. അതും പറഞ്ഞ് സ്നേഹ ഫോൺ ബെഡിൽ വെച്ച് താഴേക്കിറങ്ങി. ഇതേ സമയം ആകാശകീർത്തികയിൽ എല്ലാവർക്കും ഉച്ചയ്ക്കൊരു ചെറിയ സദ്യ തന്നെ റെഡിയായി. സദ്യ എന്ന് പറയുമ്പോൾ സാമ്പാറും പപ്പടവും ഉപ്പേരിയും മാങ്ങാ അച്ചാറും കൂടി ചേർന്ന ചെറിയൊരു ഊണ്. എല്ലാവരും കൂടി ചേർന്ന് ആസ്വദിച്ചിരുന്ന് കഴിച്ചു. ഊണിന് ശേഷം കീർത്തി അവളുടെ റൂമിലേക്കും ആകാശും കല്യാണിയും അവരുടെ റൂമിലേക്കും അഭിനന്ദും പാറുവിനുമായി നൽകിയ റൂമിലേക്ക് അവരും പോയി. എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി. എന്ത് ചെയ്യുമായിരിക്കുമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? തല പുകഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞതല്ലേ, ഇനിയൊരു ചെറിയ ഉച്ചമയക്കം. വൈകുന്നേരം 4 മണി കഴിഞ്ഞതും അവരെല്ലാം ഉച്ചമയക്കത്തിൽ നിന്നും ഉണർന്നു. നല്ല ഉണ്ണിയപ്പത്തിൻ്റെ മണം. മയക്കത്തിൽ നിന്നും എഴുന്നേറ്റതും പാറു പട്ടിയെപ്പോലെ മണത്തുകൊണ്ട് പറഞ്ഞു. ശരിയാണല്ലോ, ഉണ്ണിയപ്പത്തിൻ്റെ നറുമണം നാസികയിൽ തുളച്ചു കയറിയാണ്. പാറു പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് അഭിനന്ദും പറഞ്ഞു. രണ്ടുപേരും ആ മണത്തെ പിന്തുടർന്നുകൊണ്ട് കോണിപ്പടികൾ ഇറങ്ങി താഴത്തേക്ക് ചെന്നു. ഡൈനിങ് ടേബിളിലായി പ്ലേറ്റിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിലേക്ക് പാറുവിൻ്റെയും അഭിനന്ദിൻ്റെയും മിഴികൾ പാഞ്ഞു. അഭിയേട്ടാ, അവിടെ നിന്ന് ഉണ്ണിയപ്പം നോക്കി വെള്ളം ഇറക്കണ്ട, രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരുന്ന് കഴിക്കുക. രണ്ടുപേരെയും കണ്ടുകൊണ്ട് കല്യാണി പറഞ്ഞു. അവളെ നോക്കിയോ ഇളിച്ചു കാട്ടിക്കൊണ്ട് രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. ഡാ, നിന്റെ പെങ്ങളെവിടെ? ഈ നറുമണ ഇവിടെ മൊത്തവും പരന്നു പിടിച്ചിട്ട് അവളെ മാത്രം കാണുന്നില്ലല്ലോ. അവളൊരു ഫ്രണ്ടുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കഴിക്കാൻ തുടങ്ങാം, ഇല്ലെങ്കിൽ എനിക്കൊരു ഉണ്ണിയപ്പം പോലും കിട്ടത്തില്ല.
അതും പറഞ്ഞ് അവർ ഉണ്ണിയപ്പം കഴിച്ചു തുടങ്ങി. കീർത്തി ഫോൺ സംഭാഷണത്തിന് ശേഷം ഹാളിലേക്ക് പ്രവേശിച്ചതും അവളുടെ മിഴികൾ ആദ്യം ചെന്നെത്തിയത് കാലിയായിരിക്കുന്ന പ്ലേറ്റിലേക്കാണ്. അവൾ ആകാശിനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി. അവളുടെ നോട്ടത്തിൽ അവൻ അവളെ ഒന്ന് ഇളിച്ചു കാട്ടി. അമ്മ! അതൊരു അലർച്ചയായിരുന്നു. എന്താടി ഇവിടെ നിന്ന് ഇങ്ങനെ കാറിപ്പോകുന്നത്? ഏട്ടൻ കാണിച്ച പണി അമ്മ കണ്ടില്ലേ? എനിക്കൊരു ഉണ്ണിയപ്പം പോലും ബാക്കി വെച്ചിട്ടില്ല. കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ ചുണ്ടു പിളർത്തിക്കൊണ്ട് അവൾ പരിഭവം പറഞ്ഞു. നിനക്കുള്ളത് ഞാൻ അടുക്കളയിൽ മാറ്റി വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് കയറിപ്പോയി. ആകാശിനെ ഒന്നുകൂടി നോക്കി കണ്ണുരുട്ടി കാണിച്ചതിന് ശേഷം അവൾ അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. നാളത്തെ മൂന്നാറിലേക്ക് പോകാനുള്ള ട്രിപ്പിനെ കുറിച്ച് സംസാരിച്ച് അവർ ഇരുന്നു. രാത്രിയിൽ അത്താഴവും കഴിച്ച് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നപ്പോഴാണ് കല്യാണി തൻ്റെ ഫോൺ ശ്രദ്ധിക്കുന്നത്. 10-12 തവണ അടുപ്പിച്ച് ഒരു നമ്പറിൽ നിന്നും കോൾ വന്നിരിക്കുന്നത് അവൾ കണ്ടു. ഒന്നും തന്നെ ആലോചിക്കാതെ ആ നമ്പറിലേക്ക് അവൾ തിരിച്ചു വിളിച്ചു. പക്ഷെ റിങ് പോയതല്ലാതെ ആദ്യം ആരും അറ്റൻഡ് ചെയ്തില്ല. പിന്നെ ഒരു തവണ കൂടി അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കാൻ നിന്നില്ല. ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് അവൾ നിദ്രയിലാണ്ടു. പിറ്റേന്ന് പതിവ് പോലെ എല്ലാവരും എഴുന്നേറ്റു. രാവിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞ് മൂന്നാറിലേക്ക് പോകാനുള്ള ഡ്രസ്സുകൾ പാക്ക് ചെയ്യാനായി തുടങ്ങി. അങ്ങനെ വൈകുന്നേരം 5 മണിയോടടുത്ത് അവർ തേയിലത്തോട്ടങ്ങളുടെ നാടായ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. കാറിലായിരുന്നു മൂന്നാറിലേക്കുള്ള അവരുടെ ട്രിപ്പ്. ഡ്രൈവിംഗ് സീറ്റിൽ ആകാശും കോ ഡ്രൈവിംഗ് സീറ്റിൽ കല്യാണിയും ഇരുന്നു. പാറുവും അഭിനന്ദും പിറകിലും. 2 മണിക്കൂറുകളോളം അഭിനന്ദും പാറുവും പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഇളം കാറ്റിൽ എപ്പോഴോ രണ്ടുപേരും മയക്കത്തിലേക്ക് വഴുതി വീണു. പിന്നെ ഒരു തവണ കൂടി അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കാൻ നിന്നില്ല. ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് അവൾ നിദ്രയിലാണ്ടു. പിറ്റേന്ന് പതിവ് പോലെ എല്ലാവരും എഴുന്നേറ്റു. രാവിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞ് മൂന്നാറിലേക്ക് പോകാനുള്ള ഡ്രസ്സുകൾ പാക്ക് ചെയ്യാനായി തുടങ്ങി. അങ്ങനെ വൈകുന്നേരം 5 മണിയോടെ അടുത്ത് അവർ തേയിലത്തോട്ടങ്ങളുടെ നാടായ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. കാറിലായിരുന്നു മൂന്നാറിലേക്കുള്ള അവരുടെ ട്രിപ്പ്. ഡ്രൈവിംഗ് സീറ്റിൽ ആകാശും കോ ഡ്രൈവിംഗ് സീറ്റിൽ കല്യാണിയും ഇരുന്നു. പാറുവും അഭിനന്ദും പിറകിലും. 2 മണിക്കൂറുകളോളം അഭിനന്ദും പാറുവും പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു. ഇളങ്കാറ്റിൽ എപ്പോഴോ രണ്ടുപേരും മയക്കത്തിലേക്ക് വഴുതി വീണു. ആകാശ് ഓരോന്നും കല്യാണിയോട് സംസാരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്തു. പിന്നെയും 2-3 മണിക്കൂറുകൾ പിന്നിട്ടതും അഭിനന്ദ് പയ്യെ നിദ്രയിൽ നിന്ന് എഴുന്നേറ്റു. ഡാ, ഇനി ഞാൻ കുറച്ചു നേരം ഡ്രൈവ് ചെയ്യാം. കണ്ണ് തിരുമ്മിക്കൊണ്ട് ആകാശിനോടായി അഭിനന്ദ് പറഞ്ഞു. അഭിയേട്ടൻ ഡ്രൈവ് ചെയ്തിട്ട് വേണം നമ്മൾ പെട്ടെന്ന് പരലോകത്തെത്താൻ. ഉറക്കത്തിൻ്റെ ആലസ്യത്തിലിരിക്കുന്ന അവനെ കണ്ടതും കളിയാക്കിക്കൊണ്ട് കല്ലു പറഞ്ഞു. അതിനു മറുപടിയായി അഭിനന്ദ് അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അവൾ പറഞ്ഞത് ശരിയാണ്. നീ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ ഡ്രൈവ് ചെയ്താൽ നമ്മൾ മൂന്നാറിലായിരിക്കില്ല എത്തുന്നത്. ഭാര്യയും ഭർത്താവും കൂടി എന്നെ കളിയാക്കണ്ട. നിന്നെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി പറഞ്ഞത് ഇപ്പോൾ വലിയ തെറ്റായിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. മൂന്നാർ വരെ നീ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തോ? അത് കേട്ടതും ആകാശ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തി. എന്നിട്ട് ദയനീയമായി അവൻ അഭിനന്ദനെ നോക്കി. പാറു അപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയാണ്. ഡാ, ഞാൻ കുറച്ചു നേരം ഒന്ന് മയങ്ങട്ടെ. നീ മുഖം കഴുകി ഇങ്ങോട്ട് വന്നേ. വെള്ളം കുപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആകാശ് ദയനീയമായി പറഞ്ഞു. മുഖവും കഴുകി അഭിനന്ദ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ആകാശ് പിറകിലേക്കും വന്നിരുന്നു. കുറച്ചു നേരം കല്ലുവും അഭിനന്ദുമായി സംസാരിച്ചിരുന്നു. പയ്യെ അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു. ആകാശും എപ്പോഴോ ഉറങ്ങിപ്പോയി. അഭിനന്ദ് ഡ്രൈവിങ്ങിൽ തന്നെ ഫോക്കസ് ചെയ്തിരുന്നു. അങ്ങനെ ആകാശും അഭിനന്ദും മാറി മാറി ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരുന്നു. വെളുപ്പിനെ ഒരു 4 മണിയോടെ അടുത്ത് അവർ മൂന്നാറിൽ എത്തിച്ചേർന്നു. കോടമഞ്ഞിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയതും മയക്കത്തിലായിരുന്ന പാറുവും കല്ലുവും എഴുന്നേറ്റു. തണുപ്പ് കൂടി വന്നപ്പോൾ എല്ലാവരും സ്വെറ്റർ ധരിച്ചു. മൂന്നാറിൻ്റെ അളവറ്റ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവർ യാത്ര തുടർന്നു. കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളും മനം കുളിർപ്പിക്കുന്ന കാലാവസ്ഥയും മൂന്നാറിനെ മനോഹരമാക്കി മാറ്റി. പച്ച പരവതാനി പോലെ നീണ്ടുകിടക്കുന്ന പുൽപ്രദേശങ്ങളും മലകളും റോഡിന് ഇരുവശവും നിരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും മൂന്നാറിൻ്റെ മാറ്റുകൂട്ടി. നോക്കത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലേക്ക് കല്ലു കണ്ണും നട്ടിരുന്നു. അവൾക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടൂറിസ്റ്റ് പ്ലേസിലൊന്നും തന്നെ ഇതുവരെ അവൾ പോയിട്ടില്ല. അവളുടെ അമ്മാവനും അമ്മായിയും സ്കൂളുകളിൽ നിന്ന് ടൂർ പോകുമ്പോൾ പോലും വിട്ടിട്ടുമില്ല. അങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് അവർ മൂന്നാർ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായുള്ള പോത്തൻമേടിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ സ്പേസസ് റിസോർട്ടിൽ എത്തിച്ചേർന്നു.
പ്രകൃതിയോടിണങ്ങുന്ന രീതിയിൽ നിർമ്മിച്ച 2 നില കെട്ടിടത്തിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ റിസോർട്ടിൽ ഞാൻ ഓൺലൈനായി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രഷായി എന്തെങ്കിലും കഴിച്ചിട്ട് പുറത്ത് ചുറ്റാൻ ഇറങ്ങാം. റിസോർട്ടിന് മുന്നിൽ കാറ് നിർത്തിക്കൊണ്ട് അഭിനന്ദ് പാറുവിനോടും ആകാശിനോടുമായി പറഞ്ഞു. അങ്ങനെ അവർ കാർ പാർക്ക് ചെയ്ത് റിസോർട്ടിൽ കയറി. പാറുവിനും അഭിനന്ദിനും ഒരു റൂമും കല്ലുവിനും ആകാശിനും ഒരു റൂമും, അങ്ങനെ 2 റൂമാണ് അവർ ബുക്ക് ചെയ്തിരുന്നത്. 2 പ്രണയ ജോഡികളും അവരവരുടെ റൂമുകളിലേക്ക് പോയി. കല്ലു കുളിച്ചൊരുങ്ങി ആകാശ നീല നിറത്തിലെ ഒരു ചുരിദാർ ധരിച്ചു. ആകാശും അതേ നിറത്തിലെ തന്നെ ഷർട്ടായിരുന്നു. കല്ലു മുടിയിലെ വെള്ളം തുവർത്തിക്കൊണ്ടിരുന്നപ്പോൾ ആകാശ് ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. അവളെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ കവിളിൽ അവൻ മുത്തമിട്ടു. എന്നിട്ട് അവന് നേരെ അവളെ തിരിച്ചു നിർത്തി. നാണത്താൽ അവൾ തല കുമ്പിട്ട് നിന്നു. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും അവൻ ചെന്ന് ഡോറ് തുറന്നു. നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? മധുവിധി ഈ റിസോർട്ടിന്റെ അകത്ത് മാത്രം ആഘോഷിക്കാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. റൊമാൻസിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അഭിനന്ദും പാറുവുമാണ് വാതിലിൽ മുട്ടിയത്. ചെറിയൊരു ചമ്മലോടെ ഇരുവരും പെട്ടെന്ന് തന്നെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കഴിഞ്ഞ് അവർ അവിടെ നിന്നും കൊളുക്കുമല പ്ലാന്റേഷൻ ലക്ഷ്യം വെച്ചിറങ്ങി. ഡ്രൈവ് ചെയ്യുന്നത് ആകാശാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കല്യാണിയും അവൾക്കു പിറകിലായി അഭിനന്ദും പാറുവും ഇരുന്നു. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് അവരുടെ യാത്ര. മൂന്നാറിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊളുക്കുമല പ്ലാന്റേഷൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടവും കൂടിയാണ് കൊളുക്കുമല. ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചായയാണ് കൊളുക്കുമല തേയിലത്തോട്ടം ഉൽപ്പാദിപ്പിക്കുന്നത്. ഡ്രൈവിങ്ങിന് ശേഷം അവർ കുറച്ചു നേരത്തെ കൊളുക്കുമല പ്ലാന്റേഷൻ എത്തിച്ചേർന്നു. അവിടുത്തെ സ്വർണ്ണ നിറമുള്ള തേയിലയുടെ ഉത്തേജക സുഗന്ധം അവരുടെ നാസികയിൽ തുളച്ചു കയറി. പാറു അഭിനന്ദന്റെ കൈകളിലും കല്ലു ആകാശിനൊപ്പവും ചേർന്ന് പിടിച്ച് നടന്നുകൊണ്ട് തേയിലത്തോട്ടങ്ങളിലെ പച്ചപ്പ് ആസ്വദിച്ചു. അവിടെ മൊത്തവും നടന്ന് ചുറ്റിക്കാണുകയും തേയിലത്തോട്ടത്തിൽ നിന്നുകൊണ്ട് പല പോസുകളിലുള്ള പിക്ക് ഒറ്റയ്ക്കും കപ്പിൾസുമായും ഇരുവരും എടുത്തു. ഏതാണ്ട് അരമണിക്കൂറോളം അവിടെ തന്നെ അവർ ചെലവിട്ടു. അവർ അവിടെ നിന്നും നേരെ പോയത് റോസ് ഗാർഡനിലേക്കാണ്. അങ്ങോട്ട് ഡ്രൈവ് ചെയ്തത് അഭിനന്ദായിരുന്നു. റോസ് ഗാർഡൻ നന്നായി പരിപാലിക്കുന്ന ഒരു പൂന്തോട്ടമാണ്. അഭിയേട്ട, റോസ് ഗാർഡൻ എന്ന് പറയുമ്പോൾ അത് പൂന്തോട്ടമാണോ? കല്ലു അവളുടെ സംശയം പ്രകടിപ്പിച്ചു. ചെറിയൊരു പൂന്തോട്ടം തന്നെയാണ്. ഭൂമിയിലെ ചെറിയ സ്വർഗം പോലെയാണ് അവിടെ എന്നാണ് കേട്ടറിവ്. കുറച്ചു സമയത്തിന് ശേഷം അവർ റോസ് ഗാർഡനിൽ എത്തിച്ചേർന്നു. അവിടെ ചായ, ഏലം, വാനില തുടങ്ങിയ കാർഷിക തോട്ടങ്ങളിൽ റംബൂട്ടാൻ, സ്ട്രോബെറി എന്നിവ ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഫലവൃക്ഷങ്ങളും അവർക്ക് കാണാനായി കഴിഞ്ഞു. പലതരത്തിലുള്ള പൂച്ചട്ടികളും പച്ചക്കറി തോട്ടങ്ങളും റോസ് ഗാർഡനെ അസാധാരണമാക്കിയിരുന്നു.